സ്വീറ്റ്സിൽ ഭയങ്കര ഫേമസ് ആണ് തുർക്കി സ്വീറ്റ്. ഈ കുനാഫ മോഡൽ, കുനാഫയൊക്കെ തുർക്കി വളരെ ഫേമസ്. ഞാൻ എൻ്റെ ഒരു തുർക്കി എപ്പിസോഡിൽ ഞാൻ തുർക്കി സ്വീറ്റ്സിന്റെ ഒരു ഷോപ്പ് കാണിച്ചിരുന്നു. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തുർക്കി ഹലാമ എന്ന് പറയും, ആ ഒരു സ്വീറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. സ്കിപ്പ് ചെയ്യാതെ ഇത് നൂല് പോലത്തെ സേമിയ, പാകിസ്ഥാൻ സേമിയ എന്നൊക്കെ പറയും. ഇതാണ് നമുക്ക് ഇതിനാവശ്യമുള്ളത്. അളവ് ഞാൻ പിന്നെ പറയുന്നുണ്ട്. പിന്നെ അതിലേക്ക് നട്സ് വേണം. അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെ പിസ്ത ഉണ്ട്, പിന്നെ ബദാം ഉണ്ട്, സാധാരണ നിലക്കടലുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, അത് ഡെക്കറേഷൻ ചെയ്യാനാണ്. അപ്പോൾ നമുക്കൊരു പഞ്ചസാര ലായനി ഉണ്ടാക്കണം. 1 കപ്പ് പഞ്ചസാരയും അതിനനുസരിച്ചിട്ട് വെള്ളവും സ്വല്പം നെയ്യും ഇട്ടിട്ട് അത് ഒന്ന് ചൂടാക്കാൻ വെക്കുക. ഇത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുള്ളതാണ്. പിന്നെ ഇതുപോലത്തെ ഒരു കുപ്പിയുടെ അടപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് താഴ്ചയുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു സൈസാണ് വേണ്ടത്. ഒരു സൈസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം ഞാൻ ഈ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ സേമിയ ഉണ്ടല്ലോ, ഈ സേമിയ നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ ആ ഒരു അളവിന് എടുക്കുക. അപ്പൊ യഥാർത്ഥം ഈ ഒരു കപ്പിന് ഒരു 6 ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഒരു 6 അടപ്പിന്റെ അളവാണ് ഉള്ളത്. അപ്പൊ നമ്മളൊരു നോൺ സ്റ്റിക്ക് പാത്രം ഞാൻ നെയ്യിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഈ സേമിയ നല്ലോണം കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഒന്ന് വറുക്കുക. ഒന്ന് വറുത്ത് ഇങ്ങനെ ചൂടായി വരുമ്പോൾ വീണ്ടും സ്വല്പം കൂടി നെയ്യ് ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ വറുക്കുക. ഇപ്പൊ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സ്വല്പം വെള്ളം ഇങ്ങോട്ട് ഒറ്റിച്ചിട്ട് കംപ്ലീറ്റ് ഒന്നും ആക്കി വെക്കുക. അപ്പൊ അത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ പഞ്ചസാര ലായനി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് നമ്മുടെ സേമിയ വറുത്തത്. മറ്റേ പഞ്ചസാര ലായനി ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇനി നമ്മളിത് ഫില്ല് ചെയ്യാൻ പോവാണ്. ഈ അടപ്പിനുള്ളിൽ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ ഇട്ടിട്ട് അതിൽ അടിയിൽ നട്സ് വെക്കുക. അതൊരു ഡെക്കറേഷൻ ആണ്, നട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ഈ സേമിയ മസാല ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പോകണം. നമ്മൾ കൈകൊണ്ട് അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ കൊണ്ടോ എന്താണെന്ന് വെച്ചാൽ നല്ലോണം ആക്കുക. അത് കുറച്ച് ഹൈറ്റ് കുറവുള്ളതാണ്. കുറച്ചും കൂടി ഹൈറ്റ് വേണമെങ്കിൽ ഉള്ള ഉണ്ടാക്കുക. നിങ്ങളെ സൗകര്യം പോലുള്ള സൈസ് ഉണ്ടാക്കാം. നല്ലോണം അങ്ങോട്ട് ടൈറ്റ് ആക്കി വെക്കുക. അതേപോലെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ വെച്ചത്. ഒരു സ്വല്പം ഈ ലായനി അതിലേക്ക് ഒഴിക്കുക. ഇത് ചൂടോടുള്ള ലായനി ആയിരിക്കണേ. എന്നിട്ട് ജസ്റ്റ് പിന്നെ വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ കൊണ്ട് ചെറിയ സ്പൂണാണത്. അതുകൊണ്ട് ഇത് പ്രസ് ചെയ്തിട്ട് നമ്മളെ മറ്റേ കൈ കൊണ്ടൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. ഇനി പ്ലേറ്റിലേക്ക് ഞാൻ എടുത്തു വെക്കുകയാണ്. ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക പ്ലാസ്റ്റിക്. അപ്പൊ അത് ഇങ്ങോട്ടേക്കുണ്ട് ശരിക്കും കൊണ്ട് പോരും. ഒരു ഷേപ്പായി കിട്ടുകയും ചെയ്യും. ആ നട്ട്സൊക്കെ അവിടെ ടോപ്പിൽ അങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പൊ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് ഹൈറ്റ് കുറവാണ്. വേണേൽ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ളതാണ് നിങ്ങളെ സൗകര്യം പോലെ ഉണ്ടാക്കുക. ഞാൻ ഒന്നുകൂടി ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഒന്നുകൂട്ട് പ്രസ് ചെയ്യുക. ഇപ്പൊ സംഭവം റെഡി. ഇത് ഒറിജിനൽ തുർക്കിന്റെ അതേ ഒരു ടേസ്റ്റ് ഉണ്ടാകുക. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.